അസ്സലാമലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ ആശ്രമോനുമാണ്. ഇന്ന് തിരൂര് റെയിൽവേ സ്റ്റേഷനിലുള്ളത്. അതിന്റെ നേരെ മുന്നിൽ എംപയർ റെസ്റ്റോറന്റ് ഉദ്ഘാടനമായിരുന്നു. നമ്മുടെ ഇതിന്റെ എംപയർ റെസ്റ്റോറന്റിന്റെ ഉടമസ്ഥന് എന്റെ കൂടെ ഒരുപാട് പാവങ്ങൾക്ക് സഹായം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നല്ലൊരു പങ്കും പാവങ്ങൾക്ക് കൈകാര്യം. അപ്പം നിങ്ങളൊക്കെ തിരൂര് വരുമ്പോൾ നമ്മുടെ എംപയർ റെസ്റ്റോറൻറ്റിൽ ഒന്ന് കടക്കണം. കാരണം മധൂത്തി എന്താ മഹദൂത്തിയോ ഇനി പേര് ഞാൻ ചോദിക്കാം. പുതിയ വെറൈറ്റി സൗദിയിലുള്ള ബിരിയാണി അല്ല, മധുഹൂത്തി അല്ലേ പേര്? അല്ല അല്ലേ, മധുഹൂത്ത് നമ്മളെ സൗദിയിലൊക്കെ ഉണ്ടാകുന്ന അറേബ്യൻ മധുഹൂത്തിന്റെ ആദ്യത്തെ തിരൂരുള്ള ഷോപ്പാണ്. പിന്നെ മറ്റെല്ലാവിധ ഫുഡും ഉണ്ട്, എല്ലാവിധ ഭക്ഷണങ്ങളും, പിന്നെ മിതമായ നിരക്ക്. അപ്പോൾ ഇതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം ഇവിടെ വരുമ്പോൾ ഒന്ന് തിരി കടക്കണം, ഭക്ഷണം കഴിക്കണം. അതിലൊരു ഓഹരി പാവപ്പെട്ടവർക്ക് നീക്കി വെക്കുന്ന ഒരു മനുഷ്യസ്നേഹമാണ്. പിന്നെ ഫാമിലിക്ക് സെപ്പറേറ്റ് റൂമുണ്ട്. ഇപ്പൊ ഇവിടെ വെറൈറ്റി ഒരു ഫുഡുണ്ട് എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ തിരൂര് ഇതുവരെ കാണാത്ത, അതായത് തിരൂര് ഇങ്ങനെയുള്ള ഈ മധുഹൂത്ത് ആ ഒരു അറബി ഫുഡിൽ ഉള്ള ഒരു കടയില്ല. അപ്പൊ ആദ്യമായിട്ട് തുടങ്ങുകയാണ്. നമുക്ക് തിന്നിട്ട് അഭിപ്രായം പറയണം അല്ലേ? ഇൻഷാ അല്ലാഹ് അറബി ഫുഡാണത്. ഇൻഷാ അല്ലാഹ് അപ്പൊ എല്ലാവരും ഉണ്ട്. നമ്മളെ ലത്തീഫായി നമ്മളെ നൗഷാക്കുണ്ട്, ബഷീർക്കുണ്ട്. അല്ല ഇന്ന് നമ്മളെ തിരൂരിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പുതിയ ഫുഡ്, പിന്നെ സ്വന്തം നല്ല വൃത്തിയും പിന്നെ മിതമായ നിരക്കും. ഇതിന്റെ ഉടമസ്ഥന് ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ എന്താ ഇന്നത്തെ നമ്മള് തിരൂരിന്റെ ഏറ്റവും ഹൃദയഭാഗമാണ്. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ, എല്ലാവരും വരുന്ന ഏരിയ, രജിസ്റ്റർ ഓഫീസ്, കോടതി, പോലീസ് സ്റ്റേഷൻ, ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ അങ്ങനത്തെ എല്ലാവരും വിജയിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു സഹപ്രവർത്തകരും എല്ലാവരും സഹായം ചെയ്ത് വ്യക്തിയായതുകൊണ്ട് എല്ലാവരും വരും ചെയ്യും. തീർച്ചയായിട്ടും അത് തീർച്ചയായും ആമീൻ. നല്ലൊരു ഏരിയ പിന്നെ മറ്റുള്ള ബിരിയാണി എല്ലാം ഉണ്ട്, നാടൻ ഭക്ഷണമൊക്കെ ഉണ്ട്. അതെ ഞങ്ങളുടെ ജില്ലയിലെ ഏറ്റവും വലിയ അതന്നെ നല്ലൊരു തിരൂർ ഭാഗത്തുള്ള എല്ലാവരും ഇതായിട്ട് സഹകരിക്കുക. കാരണം സഹകരിക്കുക മറ്റൊന്നുമുണ്ട്. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ പാലക്കാട് പേരെ ഇതിനു വേണ്ടി വന്നത് അല്ലേ? തീർച്ചയായും സത്യം. അങ്ങനെയുള്ള ആളുകളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതിന്റെ സപ്പോർട്ട് ബഷീർ ഖാൻ പ്രശസ്തനായ സുബൈർ വൈദ്യർ എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാ ഹോസ്പിറ്റലുകളിലും എല്ലാ മേഖലകളിൽ നിന്നും ഒഴിവാക്കിയ കേസുകളാണ് നമ്മുടെ സുബൈർ വൈദ്യര് കൊടുക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ജീവകാരുണ്യ പ്രവർത്തനത്തില് മികവറ്റൊരു വ്യക്തി കൂടെയാണ് നമ്മുടെ സുബൈർ വൈദ്യര്. അയാൾ അതിൽ കൈപ്പുണ്യം പോലെ തന്നെ ഈ ഒരു ഹോട്ടലും, കാരണം മിതമായ നിരക്കിൽ നല്ല ഹൈജീനിക് ഫുഡ് കൊടുക്കുന്നതിൽ യാതൊരു കുറവും വരില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുണ്യപ്രവർത്തനം അദ്ദേഹം ചെയ്യുന്നതോടൊപ്പം നമ്മളും അതിന് ഭാഗവത്തായി കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് അതിൽ ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ നാസർബായി നൗഷാദ് ഭായി പാലക്കാട് നിന്നും ലത്തീഫ് ഭായി പിന്നെ പരപ്പനങ്ങാടി നിന്നൊക്കെ വന്നതിന് സംഗമിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ നന്മ തന്നെയാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നല്ല ആളാണ് നമ്മളെ സുബൈർ വൈദ്യർ. അപ്പൊ എന്തായാലും ഒരുപാട് നമ്മളെ ബിൽഡിങ്ങിന്റെ ഓണറാണ് ഇക്കാക്ക. ഇന്ന് നമ്മളെ ഒരു സന്തോഷമുണ്ട്. നിങ്ങളെ സ്ഥാപനത്തില് പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. ഈ സംരംഭം തുടങ്ങിയ ആള് ഞാൻ എന്റെ കൂടെ കുറെ പാവപ്പെട്ടവർക്ക് സഹായം ചെയ്തിരുന്ന ആളാണ്. അപ്പൊ നിങ്ങളും പാടെ അതിൽ പങ്കാളിയായി അൽഹംദുലില്ലാഹ്. കാരണം എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞു. നമ്മളെ തിരൂര് ആദ്യമായിട്ടാണ് മധുഹൂത്ത് ഇല്ലേ വരുന്നത്. സത്യമാണല്ലോ. പക്ഷെ നിങ്ങളെ പേരെന്താക്കാനെ അബ്ദുൽ അസീസ് ക ഫുൾ സപ്പോർട്ടാണ് സുബൈർക്കാക്ക്. ഏതായാലും വലിയ വിജയത്തിലെത്തട്ടെ. ഇതിന് കിട്ടുന്നില്ല എല്ലാവരും പങ്കും പാവങ്ങൾക്കാണ് അല്ലേ? പക്ഷെ അതിന് ഇത്ര ജോലിക്കാരിപ്പോ അവിടെ അവരെ കുടുംബം കൈയാണ്. ഈ ഒരു സ്ഥാപനം വന്നുകൊണ്ടാണല്ലോ ആ കുടുംബങ്ങളും രക്ഷപ്പെടുന്നത് അല്ലേ? ഇൻഷാ അല്ലാഹ്.
അപ്പൊ എല്ലാരും മധുപൂത്ത് കഴിക്കാൻ നിൽക്കുകയാണ്. വന്നതിന് ശേഷം നമുക്ക് ആലോചിക്കുന്നത് എങ്ങനെ അല്ലേ അല്ലേ? തീർച്ചയായിട്ടും ലേഖ നിങ്ങൾക്ക് ഷുഗറാന്ന് തോന്നി, എന്നാലും നിങ്ങൾ ലഡു 2-3 തിന്നിട്ടുണ്ട്. ആ ധൈര്യമാണ് ഇതിനൊക്കെ ഉണ്ടാ, സത്യമാണ്. പിന്നെ ഇപ്പൊ എന്തായാലും തിന്നാൻ കുടിച്ചൊന്നും നിന്നിട്ട് കാര്യമില്ല. എപ്പോഴാ പോകണമെന്നുള്ള ആർക്കും അറിയാന്നില്ലേ? നിന്ന് കുടിച്ചിട്ടൊക്കെ മതി, എന്നാലും ശ്രദ്ധിക്കണം അല്ലേ? ഇൻഷാ അല്ലാ. അപ്പൊ നമ്മളെ ഹോട്ടലിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചു. ഇനി ഇൻഷാ അല്ലാ ജനകീയ ഹോട്ടലാവട്ടെ അല്ലേ? ഇൻഷാ അല്ലാ. കിച്ചണൊക്കെ നല്ല നമ്മള് ഗൾഫിലൊക്കെ ഉള്ള മാതിരി സെറ്റപ്പ്, നല്ല വൃത്തിയില് അല്ലേ? ഇതൊക്കെ നമ്മളെ സ്റ്റാഫുകളാണ്. ഇതിൽ ഏറ്റവും വലിയ പുണ്യം സുബൈർക്ക് ഇത് തുടങ്ങുമ്പോ ഇതില് ഈ കണ്ട കുടുംബങ്ങൾ, ഇവരെ കുടുംബങ്ങളൊക്കെ സന്തോഷത്തിലാവാണ്. പിന്നെ ഇങ്ങൾക്കൊരു റൂളുണ്ട്, അതായത് ഈ സ്ഥാപനം വിജയിപ്പിക്കേണ്ട കടമ ജോലിക്കാരായ നമ്മളെ സ്ഥാപനമാണ്, അല്ലാതെ സുബൈർഖാന്റെ സ്ഥാപനമല്ല. അപ്പോ ഈ സ്ഥാപനം വിജയിക്കുമ്പോഴാണ് നിങ്ങളെ കുടുംബവും സന്തോഷത്തിലാകുക. അപ്പൊ ഇവിടെ വരുന്ന ആളുകളോട് വളരെ സൗമ്യമായും സ്നേഹത്തോടെയും, ചിലപ്പം പലവരും പല സ്വഭാവിക്കാരും, എങ്കിൽ അവരോടൊക്കെ അതിനൊക്കെ ക്ഷമിച്ചുകൊണ്ട് അവർക്ക് നല്ല ഫുഡും വൃത്തിയിൽ എല്ലാ കാര്യങ്ങളും അത് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മളെ സ്റ്റാഫുകളാണ്. ഓരോ സ്ഥാപനത്തിന്റെ വിജയം അവിടുത്തെ ജോലിക്കാരാണ്. അപ്പൊ നമ്മൾ അവരെ ശമ്പളം മേടിക്കുമ്പോൾ നമ്മളെ കുടുംബത്തിനും സന്തോഷത്തോടെ നമുക്കത് ഏറ്റുവാങ്ങാൻ കഴിയും. അത് സ്വന്തമല്ല, ഈ സ്ഥാപനം വളരുമ്പോൾ ഇതിന് ഒരുപാട് പാവങ്ങൾക്ക് സഹായം കിട്ടും. ഇൻഷാ അല്ലാ. അപ്പൊ അതിലെല്ലാം നന്മ ഉണ്ടാകട്ടെ. ഉഷാറായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെ ഭാഗത്തുണ്ടാകട്ടെ കേട്ടോ. ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ. അപ്പൊ ഇവരൊക്കെ ഇതിലെ സ്റ്റാഫുകളാണ്, വളരെ നന്മയുള്ള മനുഷ്യരാണ്. എന്തായാലും നിങ്ങളിവിടെ വന്ന് ഭക്ഷണം കഴിക്കണം അല്ലേ? അല്ല, എന്താ എന്റെ കുട്ടിക്ക് പറയുള്ളത്? നമ്മളെ ഹോട്ടലിൽ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. അപ്പോ ഒരുപാട് ഇവിടെ വന്ന മനുഷ്യരോടൊക്കെ ഓരോരുത്തരും ചോദിക്കുമ്പോഴൊക്കെ നല്ലതേ. നമ്മളെ സുബൈർഖാനെ പറ്റി ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നമുക്ക് നമ്മളറിയാലോ നമ്മളെ അനുഭവം. എന്തൊക്കെ ഫുഡാ ഉള്ളത്? ആ ആ മന്തിയാണ് എന്നുള്ളത്. പിന്നെ നമ്മൾ പൊറോട്ട, മറ്റ് ചാപ്സ്, മറ്റൊക്കെ ഉണ്ടല്ലോ, മട്ടൻ ബിരിയാണി, മട്ടൻ ചാപ്സ് ഇല്ലേ, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. നാടൻ ഐറ്റംസും ഉണ്ട്, അറബി ഫുഡുണ്ട്. ഇൻഷാ അല്ലാ. സുബൈർക്ക 2 വാക്ക് പ്ലീസ്. അപ്പൊ ഇതാണ് സുബൈർക്കന്റെ കൂടെ ഞാൻ ആരും അറിയാതെ ഞാൻ ഒരുപാട് പാവങ്ങളെ ഞാൻ ചേർത്ത് പിടിച്ചുമ്പോ അതിലേക്ക് മോനോ എന്റെ ഒരു സഹായം എന്ന് പറഞ്ഞാണ്ട് സഹായിച്ചു തരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹമാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥന്. ഇൻഷാ അല്ലാ ഹോട്ടലിന്റെ ബിൽഡിങ്ങിന്റെ മുതലാളിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞത് പഠിച്ചത് വിജയിപ്പിക്കട്ടെ എന്നാ. എന്തൊക്കെ നമ്മളെ ഉദ്ഘാടനം കൂടെ കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇന്ന് സാധനങ്ങളൊക്കെ ഉള്ളത്? നല്ല ഭക്ഷണം കൊടുക്കാനുള്ളതാണ്. നല്ല ഭക്ഷണം എപ്പോഴും ഞങ്ങളെ കിച്ചൺ എല്ലാവർക്കും ഒന്ന് കാണാം. ആ രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മളെ വീട്ടിൽ വളർന്നുന്ന ഭക്ഷണം ഇത്ര വിശ്വസ്തയില കഴിക്കുന്ന അതേപോലെ വിശ്വസ്തയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാം. അതിനെന്തെങ്കിലും കളഞ്ഞുണ്ടെങ്കിൽ അന്ന് ഈ പരിപാടി വെക്കും. അപ്പോൾ നല്ല ഭക്ഷണം പിന്നെ വലിയ അറിവൊന്നുമില്ല, മാന്യമായ റേറ്റില്. അതാണ് ഇപ്പോ പിന്നെ ശനി ഞായർ ചെറിയ ഇത് കൊടുക്കാൻ പറ്റും. ശനി ഞായറാണ് ചെറിയ പൈസ മന്തി കൊടുക്കാം. അൽഹംദുലില്ലാ തീർത്തണ്ടേ. അപ്പൊ ശനിയാഴ്ച ഞായറാഴ്ച നിങ്ങളിവിടെ വന്നാല് മന്തി തിന്നാന് അൽഹംദുലില്ലാ ചെറിയ പൈസ തന്നെ ഈ ശനി ഞായർ കിട്ടാം ഇല്ലേ? പക്ഷെ ഇതിന് നമുക്ക് വരുമാനത്തിന് നല്ലൊരു പങ്കും നീക്കി വെക്കുന്ന ആളാണ്. അപ്പൊ പിന്നെ അത് പ്രശ്നമില്ല. പിന്നെ എല്ലാവരും പാടെ അങ്ങോട്ട് കാര്യം കട നമ്മള് പിന്നെ ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ പഴയകാലത്ത് ആയുർവേദിക്കുള്ള ആളുകളാണ് അങ്ങനെ പേര് സൂപ്പറല്ലേ. പഴയകാലത്ത് ഇല്ലായിട്ടുണ്ട്, അറിയപ്പെടും. അലഹമില്ല സമരം വലിയ ജയിക്കട്ടെ. ഒരു സംശയമില്ലേ, പടച്ചോന്റെ കാവലും ഉപ്രാക്ക് ഉണ്ടാവും. അപ്പൊ ഏതായാലും ഞാൻ ഇതൊക്കെ സൗകര്യങ്ങളൊക്കെ കാണിച്ചതല്ല. ഇവിടെ ബഹുമാനപ്പെട്ട മുഹൂർത്തങ്ങളുണ്ട്. തങ്ങളെ ഇന്ന് അറേബ്യൻ ഫുഡ് കിട്ടുന്ന നല്ലൊരു വൃത്തിയുള്ള, പിന്നെ അതും മിതമായ നിരക്കിലും മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനുഷ്യസ്നേഹമാണ് ഇതിന്റെ ഹോട്ടലിൽ ഉടമസ്ഥന്. അപ്പൊ എന്താ പറയുള്ളത്? അത് നല്ല വൃത്തിയില് മധുബുക്കെന്നൊക്കെ പറഞ്ഞാൽ
അതെ അതെ ഇവിടെ ഇല്ല, തിരൂർ ഭാഗത്തില്ല എന്നല്ല. അതെ വിജയിക്കട്ടെ അല്ലേ, ഇൻഷാ അല്ലാ നന്നാട്ടെ. അപ്പോൾ ഏതായാലും ഫാമിലിക്കൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്, ഫാമിലിക്ക് ഇരിക്കാനൊക്കെ ഉള്ള. അതെ അതെ ഇതാണ്ടായി നമ്മളെ AC ഒക്കെ ഇട്ടിട്ട് നല്ല. ഇന്ന് നമ്മളെ ഉദ്ഘാടനം കൂടെ നിർവഹിച്ചു കഴിഞ്ഞു അൽഹംദുലില്ലാ. അപ്പൊ നമ്മളെ സ്പെഷ്യൽ ഫുഡാണ് ഇപ്പൊ തിരൂരിനെ സംബന്ധിച്ച്. തിരൂര് ഇങ്ങനെയുള്ള ഒരു മധുബൂത്തി അല്ലേ വെറൈറ്റി ഫുഡ്. പിന്നെ സുബൈർക്ക് മിതമായ നിരക്കിലാണ് ഒക്കെ കൊടുക്കുന്നത്. സുബൈർഖാനെ വലങ്കയും 2 വലങ്കകളും ഒപ്പം ഉണ്ട് ഇൻഷാ അല്ലാ. അപ്പൊ വിജയിക്കട്ടെ അല്ലേ. എന്താ അന്നത്തെ ഇത് പറയാം. കാരണം ഒന്നാമത് ഏറ്റവും നല്ല വൃത്തി. ആ ഏറ്റവും നല്ലൊരു ഫുഡ് അയ്യോ പല യാത്രക്കാരുണ്ടാവുന്നതാണ്. ഏറ്റവും നല്ലൊരു വെറൈറ്റി ഫുഡ് നല്ല രീതിയിൽ വിജയിക്കുമെന്നല്ലേ. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ മിതമായ നിരക്കാണ് പറഞ്ഞത്. ഓവറായിട്ട് ആൾക്കാരെ ഇതില്ല. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പങ്ക് പാവങ്ങൾക്ക് ഉള്ളുവാണ്. ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ, നമുക്കറിയില്ല. ഏതായാലും ഇൻഷാ അല്ലാ വിജയിക്കട്ടെ അല്ലേ. എല്ലാ സൗകര്യം ഇവിടെ ഉണ്ട്. ആ കുഴപ്പമില്ല. അതെ ആ അങ്ങനെ ഒരു സൗകര്യം പാണ്ട് കാരണം മുനിസിപ്പാലിറ്റിന്റെ കീഴിൽ ഓൺലൈൻ സൗകര്യം കൂടി ഉണ്ട്. ഫ്രീ അല്ലേ, ഫ്രീ ഡെലിവറി. അതായത് നമ്മുടെ മുനിസിപ്പാലിറ്റി പെട്ട തിരൂർ മുനിസിപ്പാലിറ്റി പെട്ട ആളുകൾക്ക് ഭക്ഷണം ഓർഡർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സൗജന്യമായിട്ട് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടോൾ ഫ്രീ ഉണ്ടല്ലേ. അൽഹംദുലില്ലാ ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. ഇനി നമ്മളിവിടെ നമ്പറൊന്നും രണ്ടെണ്ണം കൊടുക്കാം അല്ലേ, നമ്പറൊന്നും രണ്ടെണ്ണം കൊടുക്കാം. പിന്നെ ഇന്നെന്താ അഭിപ്രായം പറയാനുള്ളത്? ഇന്നത്തെ ടോൾ ഫ്രീ ഉണ്ട് കേട്ടോ. അതായത് തിരൂര് പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ഏറ്റവും നല്ലൊരു ഭക്ഷണം കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല അവരുടെ വൃത്തിയും സെറ്റപ്പൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വന്നിട്ട് പിന്നെ ഇതൊന്ന് പഠിക്കുക, പിന്നെ ഇവരെ ഈ സംരംഭം വിജയിപ്പിക്കുക. കാരണം ഒരുപാട് കാര്യപ്രവർത്തനങ്ങൾക്ക് പങ്കാളിയാവുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. കാരണം ഇവിടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നിലവിൽ നേരത്തെ ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന മനുഷ്യനാണ്. ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംരംഭം പാടെ തുടങ്ങിയത് ഒരുപാട് പാവപ്പെട്ടവർക്ക് ജോലി കൊടുക്കുക, അവരെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തുക, അതേമാതിരി ഒരുപാട് പാവപ്പെട്ട മനുഷ്യർക്ക് സാമ്പത്തിക സഹായങ്ങളൊക്കെ മരുന്നൊക്കെ മേടിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് സുബൈർഖാന്റെ പ്രവൃത്തി. നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഭക്ഷണം കഴിക്കലായി. വലിയ അറിവില്ലാത്ത നമ്മൾ ചില കടയിലക്കാർ വലിയ പൈസ കഴിക്കാനും, പക്ഷെ ഇത് ഒരു സംശയമില്ല. നിങ്ങൾ തന്നെ തിന്നിട്ട് നിങ്ങൾ പറയും അവിടുത്തെ റേറ്റ് കേൾക്കുമ്പോൾ. നമുക്ക് അദ്ദേഹം പറഞ്ഞത് മന്തി തിന്നാൻ ആഗ്രഹമുള്ളവനും അല്ലെങ്കിൽ മധുബൂത്തി തിന്നാൻ ആഗ്രഹമുള്ളവനും വലിയൊരു പൈസ നമ്മൾ ഒരിക്കലും ശേഖരിക്കില്ല. ചെറിയൊരു ലാഭം അതിന് നമ്മൾ 2-3 ഈ കുറേ കുടുംബങ്ങളായ മനുഷ്യർ ഓരോ കുടുംബം കഴിയണ്. നമുക്ക് വാടക കൊടുക്കണം, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണം, എല്ലാം നിലനിന്ന് പോകണം എന്നുള്ള ആഗ്രഹമുള്ളൂ. അപ്പം ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ അല്ലേ. എവിടെ ഓന് അപ്പൊ ഇത് ഞങ്ങളെ സുബൈർഖാന്റെ മോനാണ്. ഈ അൽഹംദുലില്ലാ ഇത് പാർട്ണറാണ്. അപ്പൊ എന്തായാലും നമ്മളെ സംരംഭം തുടങ്ങി കഴിഞ്ഞു. സുബൈർക്ക് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയ അൽഹംദുലില്ലാ. പിന്നെ പാർട്ണറായ നിങ്ങളും മോനായ കുട്ടീനെ എനിക്ക് നേരത്തെ അറിയാം. മോന്റെ പുണ്യപ്രവർത്തി നിങ്ങളെപ്പം ഇവിടുന്ന് പരിചയപ്പെട്ടുള്ളൂ. കാരണം ഈ ഓരോന്ന് ചാരുമ്പോൾ ചാര്യം മണക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഓരോരോ നല്ല ബന്ധങ്ങളാണുള്ള മനുഷ്യന് ഏറ്റവും വലുത്. അപ്പം നല്ല ഭക്ഷണം കൊടുക്കുക. അപ്പോൾ സുബൈർക്ക് പറഞ്ഞ വാക്കുണ്ട്, വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അന്ന് സ്ഥാപനം പൂട്ടുന്നു. വലിയൊരു മെസ്സേജ്. അന്ന് ഒരുപാട് ഹോട്ടലിൽ പല നിലക്കും ഇപ്പം നമ്മൾ ആ കിച്ചണിലടക്കം പോയി ഇതേ രീതിയിൽ ദിവസം കൊണ്ടുപോകുന്നുള്ള അത് തന്നെയാണ് ഒരു ഹോട്ടലിലെ വലിയ പിന്നെ അനുഭവം. രണ്ടാമത് നമ്മൾ വരുന്ന കസ്റ്റമറിന് നന്നായി നല്ല ഭക്ഷണം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കലും അല്ലേ ഒരു ഉത്തരവാദിത്ത. യെസ് അതുപോലെ തന്നെ വൃത്തി, നല്ല സർവീസ്, മിതമായ ഒരു ഭക്ഷണം എമൗണ്ടൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇവിടെ വളരെ ചീപ്പ് ആൾക്കാർ വരുന്ന ഏരിയ നമ്മൾ കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കും സുഖമായിട്ട് ഉണ്ടാകുന്ന വളരെ ചീപ്പായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. വൃത്തിയിൽ കേട്ടല്ലേ നിങ്ങള് മിതമായ നിരക്കിൽ എല്ലാവർക്കും സന്തോഷത്തോടെ കഴിച്ചു പോകാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കേണ്ടത്. അബദ്ധ നമ്മളെ ലുലുവിലെ മാനേജറായിരുന്നു പറഞ്ഞ്. എവിടെ ലുലുവിലേന്ന്? ബനിയാസില് തന്നെ. അപ്പൊ സുബൈർഖാന്റെ അളിയനും കൂടിയാണ്. ഏതായാലും ഇൻഷാ അല്ലാ നമ്മുടെ സംരംഭം എന്താ പറയാനുള്ളത് അല്ലേ? ആദ്യത്തെ സംരംഭമാണ് മധുബൂത്ത്. അതെ ഫസ്റ്റാണ്.
എല്ലാവരും വരിക ട്രൈ ചെയ്യാം. ഇൻഷാ അല്ലാഹ് പടച്ചോൻ വിജയിപ്പിക്കട്ടെ. കാരണം മൂപ്പരാളെ പ്രവൃത്തി നമുക്ക് അറിഞ്ഞാണ് ഇതുണ്ട് അല്ലേ? അല്ല ടോൾ ഫ്രീ ഉണ്ട്, മുനിസിപ്പാലിറ്റി ടോൾ ഫ്രീ ഉണ്ട്. അല്ല എങ്ങനെ സുബേർക്കാരന് രാവിലെ 5 മണി മുതൽ പൊറോട്ട, പത്തിരി, ദോശ, മസാല ദോശ, റോസ്റ്റ് ഒക്കെ രാവിലെ 5 മണി മുതൽ 5 മണിക്ക് വന്നാലേ വിശപ്പ് സഹിക്കും. രാവിലെ 5 മണി മുതൽ. അപ്പൊ കേട്ടല്ലോ നിങ്ങള്, രാവിലെ 5 മണി മുതല് പൊറോട്ട, ദോശ, ഉച്ച വരെ എല്ലാ ഫുഡും. പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി മറ്റും മറിച്ചും. നാടൻ ചോറുണ്ടാ? നാടൻ ചോറില്ല, പക്ഷെ എന്നാലും മറ്റുള്ള രാവിലെയുള്ള എല്ലാ സാധാ. അതെ അതെ. അല്ല അതാണ് മുനിസിപ്പാലിറ്റിയിലുള്ള. ആ അതില്ലല്ലോ, അത് എത്തൂലേ. അത് തോനൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ജ്യൂസ് മറ്റേ മറിച്ച് എല്ലാ സാധനവും വരുന്നുണ്ട് അല്ലേ? ജ്യൂസൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ? അതിന്റെ പണിയൊക്കെ മാറാട്ടല്ലേ? അതെ അതെ, അത് പറ്റും. വീട്ടിലെ പരിപാടിക്കൊക്കെ ബഷീർക്ക് പറഞ്ഞാൽ മധുഹത്ത് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇവരൊക്കെ മധുഹത്ത് നന്നായിരിക്കുകയാണ് ഇവിടെ. അല്ല നമുക്ക് തിന്നിട്ടെന്ന് അഭിപ്രായം പറഞ്ഞു. കേക്കാം. ആ ആ അതെ അതെ അതെ. ആ അതന്നെ, അതെ അതെ. കാരണം നമുക്ക് നേരിട്ട് അനുഭവം നമുക്ക് പങ്കുവെക്കാലോ. അതെ അതന്നെ തന്നെ. എന്നാ ഞാൻ നിർത്തട്ടെ. അപ്പൊ നല്ല വൃത്തിയിൽ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ കാത്തിക്കല്ലേ? അല്ല എന്റെ കുട്ടി ആരാ? എന്താ പേര്? എന്റെ ഉപ്പാന്റെ പേരെന്താ? എവിടെ തരാമോ? അപ്പൊ അല്ല എന്റെ ഉപ്പാക്ക് എന്താ പണി? ഹോട്ടല്. എന്റെ കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ആരാവണം എന്റെ കുട്ടിക്ക് ആഗ്രഹം? പോലീസ്. സാധാ പോലീസ് പോരാ. എന്നിട്ട് വേണം നമുക്ക് മറ്റുള്ള സഹായിക്കാൻ ഇല്ലേ? പാവപ്പെട്ടവർ വരുമ്പോ നമുക്ക് നീതി കൊടുക്കണം. മുതലാളിമാര് എന്ത് തെറ്റ് ചെയ്താലും പാവപ്പെട്ടവന് കുറ്റപ്പെടുത്തി കണ്ടുള്ള അതിന് നിൽക്കരുത്. മുതലാളി തെറ്റ് ചെയ്താൽ മുതലാളിനെ ഇത് ചെയ്യണം, പാവപ്പെട്ടവൻ തെറ്റ് ചെയ്താൽ പാവപ്പെട്ടവനെ ഇത് ചെയ്യണം അല്ലേ? അങ്ങനെ ശിക്ഷിക്കപ്പെടണം. അല്ല നമ്മള് മറ്റൊരു കൂട്ടി നിന്ന് കൊടുക്കാൻ പാടില്ല അല്ലേ? പാവപ്പെട്ട എന്തേലും ചെയ്യാതെ തെറ്റിനാണ് കുറ്റക്കാരനാക്കുക. മുതലാളിമാര് പൈസന്റെ മുകളിൽ എന്ത് തെറ്റ് ചെയ്താലും രക്ഷപ്പെടുക, അത് പാടില്ല. ഞമ്മ മേലൊന്നൊരു കാര്യം ചെയ്യാം. അതെ. പിന്നെ നമ്മളെ മേലൊന്നൊരു കരാറാണ്. മാനവർക്ക് ചില സഹായം തരും എന്റെ കുട്ടിക്ക്. അതിലൊന്നൊരു നിധിക്കുടുക്ക മേടിക്കണം. 50 ഉറുപ്പ്യ, അതായത് മാനവക്ക് എന്നൊരു 500 ഉറുപ്പ്യ തരും എന്റെ കുട്ടിക്ക്. അതിലൊരു നിധിക്കുടുക്ക മേടിക്കണം 50 ഉറുപ്പ്യക്ക്. 200 ഉറുപ്പ്യ നിധിക്കുടുക്കിയിലിട്ടണം. 200 ഉറുപ്പ്യ എന്റെ കുട്ടിക്ക് മുട്ടായി മേടിക്കാൻ. 50 രൂപ ഏതേലും വയസ്സായ പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കണം. പക്ഷെ ഈ കൊടുക്കുന്നതിന് ജാതിയോ മതമോ രാശിയോ ഒന്നും നോക്കരുത്. മനുഷ്യനാണോ അവരെ സഹായിക്കാം. അപ്പോ 10 മാസം കഴിഞ്ഞാല് എന്ത് ചെയ്യണം? എന്റെ കുട്ടീനെ നിധിക്കുടുക്കിയിൽ ഇപ്പൊ തരുന്നതും ഇവരെ തരുന്നൊക്കെ ഉള്ള കയ്യിൽ പകുതി ആയി കിട്ടുക. പകുതി കാശ് എന്റെ കുട്ടിയുടെ ആവശ്യത്തിലേക്കുള്ള. അപ്പൊ ഈ 10 മാസം പോലെ ആകുമ്പോൾ നമ്മൾ നിധിക്കുടുക്കാൻ അറിയും. അപ്പൊ അത് എന്ത് ചെയ്യണം? പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ഒന്നിക്കിലോ നമ്മുടെ നാട്ടിലെ പാലിറ്റീവിന് കൊടുക്കുക. അല്ലെങ്കിൽ എന്റെ കുട്ടിയുടെ കൂടെയുള്ള സ്കൂൾ കുട്ടികളുണ്ടാവും പാവപ്പെട്ട കുടുംബത്തില്. അവർക്ക് ബാഗ് മേടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ടൂർ പോകാനോ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് വിഷമിക്കുന്ന അവരെ രക്ഷിതാക്കൾക്ക് പൈസ കയ്യിലുണ്ടാവില്ല. അപ്പൊ അവര് ഭയങ്കര വിഷമത്തിലേക്ക് വരാം. അപ്പൊ ആ കുട്ടികൾക്ക് ബാഗോ അല്ലെങ്കിൽ കൂട്ടി ടൂറോ കൊണ്ടുപോയി ചെയ്യാം. ഇതാ അപ്പൊ ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിൽ എങ്ങനെ നമ്മൾ കരാറ്? ആ ആ ആ ആരെ കാണുന്നവർക്ക് കൊടുക്കാം.
ഒരു വയസ്സായ പാവപ്പെട്ടവർ. ഇനി 200 നിന്റെ കുട്ടിക്ക് മുട്ടായി പഠിച്ചാൽ. അപ്പൊ എന്താണെന്നറിയാം, ഇതേമാതിരി ഇരിക്കണം എല്ലാം. എന്റെ കുട്ടിക്ക് കഴിഞ്ഞ് വലിയ മനുഷ്യനായ ശമ്പളം കിട്ടുമ്പോഴും അതിലൊരു ഓഹരി എന്റെ കുട്ടിക്ക്, ഒരു ഓഹരി പാവപ്പെട്ടവർക്ക്. പിന്നെ നമ്മളെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. എപ്പോഴും കൊടുക്കുന്നതിൽ മനുഷ്യനെ മാത്രം കാണുക, മനുഷ്യനായിട്ട് സഹായിക്കുന്നവർക്ക് ഒരാൾ ജാതി മതവും നടന്നും നോക്കരുത്. പാവപ്പെട്ടവനാണോ അവനെ സഹായിക്കാം. പക്ഷെ 8ാം ക്ലാസ്സിൽ നിന്ന് തുടക്കമാണ്. നമ്മൾ അടുത്ത കൊല്ലം അള്ളാഹിനെ വിധിയുണ്ടെങ്കിൽ അവനൊക്കെ എനിക്ക് വയസ്സുണ്ടെങ്കിൽ നമുക്ക് കാണും. അന്ന് നമുക്ക് ആ കാശ് എന്റെ കുട്ടിയുടെ സ്കൂളിലെ പാവപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ ഓർക്ക് കൊടുക്കണം നമുക്ക് കേട്ടാ. ഇല്ലെങ്കിൽ നമ്മൾ പാലിറ്റീവിന് കുട്ടികളില്ലെങ്കിൽ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അതെവിടെ? അഴീക്കോട്. ഇൻഷാ അള്ളാഹ് ആയത്താണ്. എന്താ എന്റെ കുട്ടിയുടെ പേര്? മുഹമ്മദ് ഇർഷാദ്. ഇൻഷാ അള്ളാഹ് മോൻ സാറാവും. മോൻ IPS ആണെന്നാണ്. അതെ. വല്യാത്രപ്പെടുക്കുള്ള ആ ഇത് അങ്ങോട്ട് പോകണം. അപ്പം ഇറങ്ങിയാൽ അല്ല ഇപ്പൊ ഏതൊരു തങ്ങൾ വരുന്നുണ്ടായിരുന്നു. ആ തെളിഞ്ഞ് അല്ല ഞാൻ ഏതൊരാള് വരുന്നുണ്ട് കാരണം നമ്മളെ BJPന്റെ ഒരു നേതാവുണ്ട് കാരണം. അപ്പൊ അതിന് 2 വാക്ക് പറയണേ. അതിനിപ്പോ ഇവിടെ എത്തിക്കണായിരുന്നു, വണ്ടി ഇവിടെ എത്തിക്കണായിരുന്നു. അല്ല പൈസ ആ നമ്മളെ കുട്ടികളെ ആയിക്കോട്ടെ. തീർച്ചയായിട്ടും ആയിക്കോട്ടെ. പേർക്കാ ആ അല്ല പേർക്ക് അഞ്ച് ലൈവ് നിർത്തട്ടെ, ലൈവ് നിർത്തട്ടെ. അത് കുറേ വരുന്നല്ലുള്ളൂ. അത് വരുമ്പോൾ നമുക്ക് ചെറിയ റീല് എടുക്കാം, ചെറിയ റീലെടുക്കാം. അപ്പം ഇൻഷാ അള്ളാ